ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇന്ന് നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് കറൻറ്റ് തോട്ട് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. എപ്പോഴും പറയുന്ന പോലെ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നില്ല നിങ്ങളുടെ വീഡിയോയിൽ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കും. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, ദ കറൻറ്റ് തോട്ട് വി ഹാവ് ദ വീൽ ഓഫ് ഫോർച്യൂൺ, Knight of Cups, King of Pentacles and the Ten of Cups. Okay. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തി വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ടൈമിൽ എനിക്ക് കൂടുതലായിട്ടും കരിയറിനെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. കാരണം ഫാമിലി വൈസ് എനിക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയാൽ മാത്രമേ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പം അതാണ് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിലുള്ളത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പലരെ സംബന്ധിച്ച് അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റില്ല. എന്നിപ്പോൾ മാരേജൊന്നും കഴിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തി ഫിനാൻഷ്യലി ഇപ്പോഴും സ്റ്റേബിൾ അല്ല. ബട്ട് സ്റ്റേബിൾ ആണെങ്കിൽ പോലും ആ ഒരു വ്യക്തി ആഗ്രഹിച്ച ഒരു രീതിയിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതായത് കുറച്ച് അത്യാഗ്രഹമൊക്കെ കുറച്ചധികമുള്ള കൂട്ടത്തിലാകാം. അപ്പം നിങ്ങളുടെ ഒപ്പീനിയനും ഫാമിലിയുടെ ഒപ്പീനിയനും ഒരുമിച്ച് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഒരുപാട് പേരെ സംബന്ധിച്ച് ആ ഒരു വ്യക്തി ഫാമിലിയുടെ ഒപ്പീനിയൻ മാത്രമേ തേടുള്ളൂ. കാരണം വളരെയധികം ഫാമിലി ഓറിയൻറ്റഡ് പേഴ്സൺ ആണ് എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിലല്ല, ഓൾമോസ്റ്റ് എന്തെങ്കിലും ഒരു ചോയ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്ത് ചുറ്റുമുള്ളവരോടൊക്കെ ചോദിക്കുന്നൊരവസ്ഥ. അതായത് എല്ലാവരോടും ചോദിക്കാന്ന് ഫ്രണ്ട്സിനോട്, ക്ലോസ് ഫ്രണ്ട്സിനോട് ചോദിച്ച് അങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കുന്ന ഒരു രീതി. കാരണം എനിക്ക് കിട്ടേണ്ടത് ഏറ്റവും ബെസ്റ്റാണ്. ഇപ്പോഴും ആ ഒരു രീതി തന്നെയാണ് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ബട്ട് നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ഇപ്പോഴും ആയിട്ടില്ല. മാരേജ് കഴിയാത്തവരോടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അല്ലാത്തവരും ഫാമിലിയാണ് ഇവിടെ സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് പേരെ കാണിക്കുന്നുണ്ട്. കാർഡ് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. One card jump out. 10 of Wands. ബോട്ടം മുതലേക്ക് നമുക്ക് കിട്ടിയത് ഡെത്ത് കാർഡാണ്. ഡെത്ത് റീബർത്ത് കാർഡ്, ഇത് സ്കോർപ്പിയോൺ കാർഡ്. ഇത് കാണുന്ന കുറേ പേര് സ്കോർപ്പിയോൺ ആകാം. അതായത് എവിടെ തന്നെ പോയാലും എത്ര തന്നെ പോയാലും മറ്റേ ബൂമറാങ് എറിഞ്ഞ മാതിരിയാണ് തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്ന ഒരു എനർജി. അതായത് ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവാം. നോ കോൺടാക്റ്റ് പോയവർക്കാണ് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റിയില്ല എന്ന് പറയുന്നുണ്ടാവും. ഒരുപാട് പേരെ സംബന്ധിച്ച് വിചാരിക്കുകയാണ്, നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്കിപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ പൊക്കോട്ടെ. അതായത് ഇതിൽ ഒരു സുഖമുണ്ട്. അതായത് എൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം, അതുപോലെ തന്നെ തേർഡ് പാർട്ടി ആസ് എ പേഴ്സൺ ആണ് നിങ്ങൾക്കറിയാം. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറ്റൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പക്ഷേ കമ്മ്യൂണിക്കേഷന് പോലും ആ ഒരു വ്യക്തിക്ക് പല ആൾക്കാരെയും പേടിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ പറഞ്ഞ് ബോധിപ്പിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയിലൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം അങ്ങനെ നിങ്ങളെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടറാക്കിയിട്ട് ഈ ഒരു വ്യക്തിയായിട്ട് പലരുടെയും മൈൻഡിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക, പരിണിത ഫലം അനുഭവിക്കുന്നത് ഈ ഒരു വ്യക്തി തന്നെയാണെന്ന് പറയുന്നത് വേറൊരു വാസ്തവമാണ്. കാരണം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ടവർ കാർഡ് എന്നാണ് ഈ ഒരു വ്യക്തി നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ ഒരു കമ്മിറ്റ്മെൻറ്റിനേക്കാൾ കൂടുതലൊരു കമ്മ്യൂണിക്കേഷനാണ് എനിക്കിവിടെ ഈ ഒരു ടൈം ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. പലപ്പോഴും ഡബിൾ മൈൻഡാണ്. ഇടയ്ക്ക് തോന്നും നല്ലതാണെന്ന്, ഇടയ്ക്ക് തോന്നും എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുക്ക വരണമെങ്കിൽ എളുപ്പം വരാം. അത്ര വലിയ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ തടസ്സങ്ങളൊന്നും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ളതായിട്ട് കാണുന്നില്ല. പക്ഷേ എന്നാൽ നിങ്ങളടുക്ക് എത്തുന്ന സമയത്ത് ആ ഒരു വ്യക്തിയുടെ എനർജി ഒന്ന് സ്റ്റോപ്പാക്കുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റ് ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പകരം ആദ്യം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുക്ക വരാൻ വേണ്ടിയിട്ട് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തി പലപ്പോഴും വരാൻ വേണ്ടി ശ്രമിച്ചാലും പലരെ സംബന്ധിച്ച് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയെ ബ്ലോക്ക് ആക്കിയിട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളെ സമാധാനമാണ്
എന്താണ് വലുത് എന്നുള്ള രീതിയിൽ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാകാം. അതൊക്കെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കാരണം ആ ഒരു വ്യക്തി നോക്കുന്ന സമയത്ത് നിങ്ങളാണെങ്കിൽ ആ ഒരു വ്യക്തി ചിലപ്പം ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാകാം. അതുകൊണ്ട് എന്താണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഈ ഒരു വ്യക്തി ഇല്ലാതെ സന്തോഷിക്കുന്നതൊന്നും അത്ര വലിയ എന്താണ് സുഖമുള്ള കാര്യമായിട്ടൊന്നും കാണുന്നില്ല. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുവാൻ ശ്രമിക്കുമ്പോഴാണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്മൂത്ത് ഗോയിങ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അങ്ങനെയുള്ളവർക്കാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എന്താണെന്ന് ഇതുവരെ പിടികിട്ടാത്ത ഒരു രീതിയിലുള്ള ഒരു എനർജി. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഒന്നുമില്ല, പാവമാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഓവർ തിങ്കിങ് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു എന്താണ് തോന്നുന്നത് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് തോന്നും. എന്നാൽ ആക്ച്വലി ഈ ഒരു വ്യക്തി പലതും ഒളിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമുക്ക് കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി ആ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. We have Ace of Cups, the Two of Pentacles, the Eight of Pentacles, the King of Cups ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നത് ദി ഏസ് ഓഫ് സോഡ്സ് ആണ്. അതായത് ഈ ഒരു വ്യക്തിക്കും അത് തന്നെയാണ്, നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അതേ എനർജിയാണ്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആസ് എ പേഴ്സൺ എന്നും, അത് തേർഡ് പാർട്ടി ആസ് എ പേഴ്സൺ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും ആകാം. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആകാം, കസിൻസ് ആകാം, അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആകാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് തന്നെ ആകാം. അങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പറയാൻ ഇവിടെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വ്യക്തിക്ക് എപ്പോഴും ഒരു കാര്യം ഉറപ്പിക്കണം. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ചോയ്സ് ഒരിക്കലും തെറ്റില്ല. കാരണം നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ അത് പിന്നീട് ഒരിക്കലും റിഗ്രറ്റ് അടിക്കാൻ, ഈ ഒരു വ്യക്തിക്ക് ഞാൻ ചെയ്തു പോയ തെറ്റാണ് എന്ന് തോന്നിക്കാനുള്ള അവസരം ഒരിക്കലും ഉണ്ടാകരുത് എന്ന് ആ ഒരു വ്യക്തിക്ക് ഉറപ്പ് വരുത്തണം. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് തന്നെ വരുന്നത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഇടയ്ക്ക് തോന്നും നിങ്ങളുമായിട്ട്, അല്ലെങ്കിൽ വേറെ ഒരു ഫേക്ക് അക്കൗണ്ടൊക്കെ ആക്കിയിട്ട് ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ ഒരു സ്റ്റോക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എൻഗേജ്ഡ് ആണ് എന്ന് കാണുമ്പോൾ വീണ്ടും വരാനുള്ള ഒരു ആഗ്രഹം. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേര് നിങ്ങളെ ഇങ്ങോട്ട് ഒരു ബ്ലോക്ക് ആക്കി, അല്ലെങ്കിൽ വേണ്ട എനിക്ക് എൻ്റെ ലൈഫ് കൊണ്ട് മുന്നോട്ട് പോകണം, എനിക്ക് എൻ്റെ ഹാപ്പിനെസ് നോക്കി മുന്നോട്ട് പോകണം, എനിക്കൊരു ടോപ്പ് പാർട്ട്ണറെ കിട്ടി എന്നുള്ള രീതിയിൽ വിചാരിക്കുന്നവരാണെങ്കിൽ പോലും ഒരു മൊമെൻറ്റിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ആ ഒരു സ്നേഹമുണ്ട്, പക്ഷെ ഒരിക്കലും ഒരു വെറുപ്പല്ല, ഒരു തരം സ്നേഹമാണ്. പക്ഷെ ആ ഒരു സ്നേഹം കാണിച്ചാൽ ഈ ഒരു വ്യക്തിയുടെ ഈഗോ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനും ആ ഒരു വ്യക്തിക്കുണ്ട്. കാരണം അത്രയും എന്താണ് സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഇനിയിപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ എന്ത് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങളെന്താണ് അവിടെ ഒരു ലക്ഷ്മണ രേഖ പോലെ ഒരു കാര്യം വരച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അത് എത്ര ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ മറിക്കാൻ ശ്രമിച്ചാലും, അഭിനയിച്ച് തകർക്കാൻ നോക്കിയാലും അതിൽ നിന്നൊന്നും പണ്ടത്തെ പോലെ ഒരു മോചനം അല്ലെങ്കിൽ വീണ്ടും നിങ്ങളുടെ അടുക്ക് എത്താൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേര് ഇപ്പം ഒരു നോർമലായിട്ടുള്ള റിലേഷൻഷിപ്പാണ്, കുഴപ്പമൊന്നുമില്ല അല്ലെ, അങ്ങനെയൊക്കെ പോകുന്ന വ്യക്തികളാണെങ്കിൽ വീണ്ടും ഒരു കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ഫാമിലി, ഈ ഒരു കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് പല കാര്യങ്ങളും പറയാനുള്ളതായിട്ട് കണക്കാക്കുന്നുണ്ട്. ആ ഒരു കാര്യം പറയാൻ നിങ്ങളൊക്കെ വരണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു കോണ്ടാക്റ്റ് എങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുകളിലും എന്താണ് ഈ ഒരു വ്യക്തി ഒരുപാട് ചിന്തിക്കുന്ന ഒരു കൈൻഡ് ഓഫ് എനർജിയാണ്. കാരണം അത് ശരിയാവോ തെറ്റാവോ, അല്ലെങ്കിൽ ഇത്രയും നാൾ കഴിഞ്ഞിട്ട് പോകുമ്പോൾ വീണ്ടും അവരെന്താ വിചാരിക്കുക, ഇത് അഭിനയാണെന്ന് വിചാരിക്കുക, എൻ്റെ സ്നേഹം ശരിയാണെന്ന് ഇങ്ങനെയുള്ള തോട്ടാണ് ഈ ഒരു ഓവർ തിങ്കിങ് ആയിട്ട് ഈ ഒരു വ്യക്തിൻ്റെ മൈൻഡിലുള്ളത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തിക്ക് എന്താണ് ചെയ്യേണ്ടത്? കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ന്യൂ പേഴ്സണായിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വീണ്ടും ഇപ്പോഴുള്ള പോലെ പോകട്ടെ എന്നുള്ള രീതിയിലാണോ എന്ന് കൂടി നമുക്ക് നോക്കാം.
ഒരു ഫാമിലി കമ്മിറ്റ്മെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തി വിചാരിക്കുകയാണ് നിങ്ങളെപ്പോഴും കലഹ സ്വഭാവമുള്ള വ്യക്തികളാണോ, ചിലപ്പോൾ ആ ഒരു വ്യക്തിയായിരിക്കും അങ്ങനെയുള്ളത്, എന്നും നിങ്ങൾക്ക് തൊട്ടതിനും പിടിച്ചതിനും ഈ ഒരു വ്യക്തിയെ വളരെയധികം സംശയമാണ്. അതൊക്കെ ഒന്ന് മാറ്റിയാൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലുള്ള ലൈഫ് കിട്ടും എന്നുള്ള രീതിയിലൊക്കെ വിചാരിക്കുകയാണ്. ചിലപ്പോൾ തേർഡ് പാർട്ടി പേഴ്സൺ ഉണ്ടെങ്കിലും ഈ ഒരു വ്യക്തി വിചാരിക്കുകയാണ് നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഞാനൊരു വേറെ പേഴ്സൻ്റെ അടുക്ക പോയത് എന്നുള്ള കുറ്റം മൊത്തം നിങ്ങളുടെ ഇടയിലും ആ ഒരു വ്യക്തി അതിൻ്റെ ഇടയ്ക്ക് നല്ലതാവാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി വിചാരിക്കുകയാണ് എന്ത് തന്നെ വന്നാലും നിങ്ങളെപ്പോഴും ഈ ഒരു വ്യക്തിയെ ഒരു സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അത് ആ ഒരു വ്യക്തിയുടെ എന്താണ് പറയുക, പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന കൈൻഡ് ഓഫ് എനർജിയൊക്കെയാണ്. പലരെയും സംബന്ധിച്ച് ഈ ഒരു വ്യക്തിയുടെ കംബാക്ക് ആഗ്രഹിക്കുന്നുണ്ട്, ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ സ്വഭാവത്തിനാണ് ഈ ഒരു വ്യക്തി മാറ്റം വരുത്തേണ്ടത് എന്നുള്ള, ഈ ഒരു വ്യക്തി ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ കുറച്ച് പേര് എനർജി നിൽക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പം ഇത് മാനിഫെസ്റ്റേഷൻ ഒരുപാട് പേര് ഏതൊരു സിറ്റുവേഷനിലാണ് എനിക്ക് ആ ഒരു വ്യക്തിയിൽ അത് പറ്റില്ല എന്ന് പറയുന്നവർക്കാണെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു എനർജി എടുത്ത് കാണിക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്കുള്ള ഒറാക്കിൾ മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സൽ റൊമാൻസ് എന്തൊക്കെയാണ്? റൊമാൻറ്റിക് ഫീലിംഗ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം കിട്ടിയ കാർഡ്. യുവർ ഫീലിങ്സ് ആർ റിയൽ ആൻഡ് വർത്ത് എക്സ്പ്ലോറിങ് എന്നുള്ളൊരു കാർഡാണ്. നിങ്ങളുടെ ഫീലിംഗ് എന്ന് പറയുന്നത് വളരെ വെർത്തായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ശരിയായ വ്യക്തിക്കാണോ നൽകേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ വി ഹാവ് മേക്ക് ദി എഫേർട്ട് എന്നുള്ള ഒരു കാർഡ്. കുറച്ച് പേരെ സംബന്ധിച്ച് നിങ്ങൾ അങ്ങോട്ട് വളരെയധികം ആ ഒരു വ്യക്തിക്ക് എന്നോട് മിണ്ടാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ മിണ്ടില്ല എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് അത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ എപ്പോഴും ആ ഒരു വ്യക്തി മാത്രമാണ് എഫേർട്ട് എടുത്ത് വരുന്നതെങ്കിൽ നിങ്ങളോട് അങ്ങോട്ട് എഫേർട്ട് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം മേക്ക് ദ എഫേർട്ട് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഗ്രേറ്റ് ലവ് ഈസ് വർത്ത് ടേക്കിംഗ് ദ സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക്. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സൊക്കെ യൂണിവേഴ്സിൽ നിങ്ങളെ ഗൈഡ് ചെയ്യും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. പലരെയും സംബന്ധിച്ച് ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ്, ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടുത്തൊരു കമ്മിറ്റ്മെൻറ്റ് ചെയ്യുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങളോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നും തരാത്തൊരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ട് കുറച്ച് പേരെ സംബന്ധിച്ച് ടൈം ലാഗ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരെയും അങ്ങനെ പറയുന്നുമില്ല, എൻഗേജ്മെൻറ്റിലേക്ക് പോകാവുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാരേജ് കഴിഞ്ഞ ഒരു വ്യക്തിക്കാണെങ്കിൽ വീണ്ടും ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങിനുള്ള ചാൻസും കാണിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. വെഡ്ഡിങ് കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്ഡ് മാരേജ്. അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് ആ ഒരു വ്യക്തി തന്ന് ഇത് പലരെയും ഒരു മാരേജിലേക്ക് എത്തിക്കും എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ പലരെയും സംബന്ധിച്ച് അതിന് എൻഗേജ്മെൻറ്റ് കാർഡും നമുക്ക് കിട്ടി, വെഡ്ഡിങ് കാർഡും കിട്ടി. ആ ഒരു വ്യക്തി കമ്മിറ്റ്മെൻറ്റ് നല്ല രീതിയിൽ കമ്മിറ്റ്മെൻറ്റ് തരും എന്നുള്ള രീതിയിലാണെങ്കിൽ, പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിലാണെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് പലരുടെയും മാരേജ് പോസിബിളാണ്. അതുപോലെ തന്നെ മാരേജ് കഴിഞ്ഞ ഒരു വ്യക്തികൾക്കാണെങ്കിൽ വീണ്ടും ഒരു റീജോയിൻ, ഒരു ന്യൂ ബിഗിനിങ് വീണ്ടും നിങ്ങളുടെ ഫാമിലിയുമായിട്ട് എന്നുള്ള രീതിയിൽ തുടങ്ങാനുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസൊക്കെ ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഇപ്പോൾ ചെറുങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതായത് മുന്നേ ഒരു കമ്മിറ്റ്മെൻറ്റിന് മടിച്ചൊരു വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ചേഞ്ചിലേക്ക് പലരെയും സംബന്ധിച്ച് എത്തുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഒരു കൺഫ്യൂഷനായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാണോ അവരോട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് കൈൻഡ് ഓഫ് വൈബൊക്കെ ഫീൽ ചെയ്യുന്ന ആരാണോ അവരുമായിട്ട് ഷെയർ ചെയ്തൊരു ഡിസിഷൻ എടുക്കാവുന്നതാണ്. ആ സെൽഫ് ഫോർ ആൻഡ് ആക്സെപ്റ്റ് സപ്പോർട്ട് ഫ്രം അതേഴ്സ് എന്നുള്ള രീതിയിലാണ്. നിങ്ങൾക്കിനി അങ്ങനെ ആരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സലിനെ തന്നെ ഒരു ഫ്രണ്ടായിട്ട് കണക്കാക്കി നിങ്ങൾക്കൊരു ഗൈഡൻസ് ചോദിക്കാവുന്നതാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ സബൈസ് ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാണ് വിശ്വസിക്കുകയാണ്, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ.